നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു കട്ട്ലറ്റ് ആണ്. അവലുപയോഗിച്ചാണ് ഞാനിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഞാൻ പിന്നെ അധികം സ്പൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഞാനിവിടെ ബ്രൗൺ അവലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് അവലും ചേർത്ത് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 3 സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ബ്രെഡ് ചേർത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പനീർ ചേർക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ നന്നായി ഉടച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. പിന്നെ പെരുംജീരകം എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ മാവ് ഉണ്ടാക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൽ നിന്നും കുറച്ച് അളവെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. നന്നായി ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിൽ, ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഗോതമ്പ് പൊടി കലക്കിയതിൽ മുക്കിയെടുക്കണം. ഞാനിവിടെ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കലക്കി വെച്ചതാണ്. ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ഉണ്ടാക്കിയെടുക്കണം. എല്ലാം ഇതുപോലെ കട്ട്ലറ്റിന്റെ ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല എണ്ണ ചൂടാതിന് ശേഷം ഇതിലേക്ക് ഓരോ കട്ട്ലറ്റായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു.
ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയ റെസിപ്പിയുമായി വീണ്ടും